അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല. എന്താണോ പറഞ്ഞത്, അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പരാധീനതകളുണ്ട്, പ്രതിസന്ധികളുണ്ട്, അത് പരസ്യമായി തന്നെ ആവർത്തിച്ച് പറയുകയാണ്. ശസ്ത്രക്രിയ ചെയ്യാൻ വന്ന ഡോക്ടർമാരെ ചികിത്സയ്ക്കായി കാണാൻ വന്ന രോഗികളിൽ നിന്ന് പണം പിരിച്ച് അവരെ ചികിത്സിക്കേണ്ട, അവർക്ക് ശസ്ത്രക്രിയ നടത്തേണ്ട ഗതികേടിലാണ് നമ്മുടെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ഇപ്പോൾ ഉള്ളതെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും ഈ ഗതികേട് ഈ അടുത്ത 1 മാസം കൊണ്ടോ 2 വർഷം കൊണ്ടോ 1 വർഷം കൊണ്ടോ ഉണ്ടായതല്ല. കഴിഞ്ഞ എത്രയോ വർഷക്കാലം, കഴിഞ്ഞ 5-6 വർഷക്കാലമായി ഇതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെയും സംസ്ഥാനത്തെ മറ്റു മെഡിക്കൽ കോളേജിന്റെയും ദയനീയമായ സാഹചര്യം. ഒരു ഡോക്ടറെങ്കിലും ഇങ്ങനെ തുറന്നു പറഞ്ഞതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ അർപ്പിക്കുവാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ്. അദ്ദേഹത്തിന് ഇനി എന്തെങ്കിലും തരത്തിൽ നടപടിയെടുത്ത് വിരട്ടി മാറ്റാൻ സാധിക്കുമോ എന്ന് നോക്കുന്ന ഒരു ഗവൺമെന്റാണ് സാധാരണയായി. അങ്ങനെയുള്ള എന്ത് നടപടി ഉണ്ടായാലും അദ്ദേഹത്തിന് പിന്നെ ഞങ്ങളെപ്പോലെയുള്ള ഇവിടുത്തെ പൊതുപ്രവർത്തകർ അദ്ദേഹത്തിന് ശക്തമായ പിന്തുണ നൽകി അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞ 1-2 കാര്യങ്ങൾ ഇത് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രം കാര്യമല്ല, ഇത് മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റിലും 100% സത്യമാണ്. കഴിഞ്ഞ 10-30 വർഷമായി ആരോഗ്യ മേഖലയിൽ തന്നെ നിൽക്കാം. അങ്ങേക്ക് പൊതുപ്രവർത്തന നിലയിൽ കൂടുതൽ ഒരുപക്ഷെ വിവരങ്ങൾ ഉണ്ടാകുമെന്ന് കരുതി ചോദിക്കുകയാണ്. ഇപ്പോൾ മന്ത്രി പറഞ്ഞ അടക്കമുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ നടന്നു. 700 കോടി കിഫ്ബിയിലൂടെ എത്തി. എന്താണ് പ്രത്യക്ഷത്തിൽ അവിടെ നടന്നത്? നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ മുൻ മന്ത്രി ശിവകുമാർ പറഞ്ഞ അവിടെ ഒരു നിർമ്മാണങ്ങളും നടന്നിട്ടില്ല എന്നാണ്. അങ്ങനെ കെട്ടിട നിർമ്മാണങ്ങളാണോ, ഓപ്പറേഷൻ തിയേറ്ററുകൾ ഉണ്ടാക്കുകയാണോ, അതോ ചികിത്സയ്ക്ക് വേണ്ട സാധനങ്ങൾ ഒരുക്കുകയാണ്? ആരോഗ്യമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, 800 കോടി രൂപയുടെ വികസനം എന്താണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടന്നത്? 800 കോടി രൂപയുടെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതല്ലാതെ അവിടെ ഒരു ഉപകരണവും വാങ്ങിക്കൊടുക്കാൻ തയ്യാറ്. ഞാൻ കഴിഞ്ഞ 3 വർഷമായി ഒരു പോരാട്ടത്തിലാണ്. തിരുവനന്തപുരം മെഡിക്കൽ ഒരു MRI CT പുതിയ മിഷൻ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 3 വർഷമായി പോരാട്ടത്തിൽ. അതിന്റെ അന്തിമഘട്ടത്തിൽ ഇപ്പോൾ എത്താൻ പോകുന്നതേ ഉള്ളൂ. 32 കോടി രൂപ കിഫ്ബിയിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട്. പിന്നെ കുറെ റോഡുകളും 1-2 കെട്ടിടങ്ങളും തയ്യാറാക്കി ആകെ കൂടി ഒരു 120 കോടി രൂപയുടെ വികസന പ്രവർത്തനം കിഫ്ബിയിലൂടെ വന്നിട്ടുണ്ട്. ഇതല്ല ഇപ്പോഴത്തെ സബ്ജക്ട് എന്നുള്ളത് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. നമുക്ക് ഈ റേഡിയോ യൂറോളജി ഡിപ്പാർട്ട്മെന്റിലെ തന്നെ കാര്യം പറയാം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, എത്രയോ നാൾ കൊണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ഒരു 3 വർഷമായി ഈ റേഡിയോ യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ ചികിത്സ പാവപ്പെട്ടവന് കിട്ടുന്നില്ല, ശസ്ത്രക്രിയ മുടങ്ങുന്നു എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്ത് അതിന്റെ കേസ് ഈ മാസം 1-ാം തീയതി ഞാൻ മനുഷ്യാവകാശ കമ്മിറ്റി പോകുന്ന ഒരാളാണ്. അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സൂപ്രണ്ട് ഈ ഒരു ആശുപത്രി ദൈനംദിന ചുമതലകൾ ഭംഗിയായി നിർവഹിക്കുന്ന കഴിവുള്ള ഒരു സൂപ്രണ്ട് ഉണ്ടാവണം. ഇപ്പോൾ ഒരു ദുഃഖകരമായി പറയട്ടെ, യാതൊരു കഴിവും യോഗ്യതയും ഇല്ലാത്ത മന്ത്രിയുടെ ഒരു ഏറാൻ മൂളിയായ ഒരു ഡോക്ടറെ പിടിച്ച് സൂപ്രണ്ടാക്കി വെച്ചതിന്റെ തിക്ത ഫലമാണ് കഴിഞ്ഞ കുറെ മാസങ്ങളായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അനുഭവിക്കുന്നത്. ഈ മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് കാത്തിലാവിന്റെ അവസ്ഥ നോക്കിക്കോളൂ. ഇതിനേക്കാൾ വളരെ ദയനീയമാണ്. ഞാൻ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ അയഡിൻ തെറാപ്പി എന്ന് പറയുന്ന ഒരു ചികിത്സയുണ്ട്, ക്യാൻസറുമായി ബന്ധപ്പെട്ടതാണ്. ഈ ക്യാൻസറുമായി ബന്ധപ്പെട്ട ഈ അയഡിൻ തെറാപ്പി എന്നുള്ള ചികിത്സയ്ക്ക് ഇവിടെ മെഡിക്കൽ കോളേജ് ഒരു ഉപകരണമുണ്ട്. അത് ലോ ഡോസ് മിഷനാണ്. ലോ ഡോസ് ആയിട്ടുള്ള ചികിത്സ അതിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ എന്റെ ഒരു സുഹൃത്ത് ആ വിഭാഗത്തിൽ പോയി ചികിത്സ തേടിയപ്പോൾ ആ ഡോക്ടർ റെഫർ ചെയ്തിരിക്കുകയാണ്, ഇവിടെ ആ ചികിത്സയില്ല, കേരളത്തിൽ അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രമേ ഉള്ളൂ. ഹൈ ഡോസ് അയഡിൻ തെറാപ്പി ചികിത്സ ചെയ്യണം. അങ്ങനെ ഈ പേഷ്യന്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ അദ്ദേഹത്തിന് 6 മാസം കഴിഞ്ഞുള്ള ഡേറ്റ് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആവശ്യത്തിന് ഉപകരണമില്ല. നമ്മുടെ ക്യാൻസർ ചികിത്സയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട RCCയിൽ പോലും ഹൈ ഡോസ് മിഷൻ ഇല്ല. ഹൈ ഡോസ് മിഷൻ ഇല്ലെങ്കിൽ വെളിയിൽ സ്വകാര്യ ആശുപത്രി ഡെയിലി ഒരു പ്രാവശ്യം പോകുമ്പോൾ 20,000-30,000 രൂപ കൊടുക്കേണ്ടതാണ്. അങ്ങനെ കൊടുക്കാൻ പറ്റാത്തവരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന നമ്പർ 1 ആരോഗ്യ കേരളമാണ്. ഇന്ന് ഒരു ഡോക്ടർ തന്നെ വന്ന് പറഞ്ഞിരിക്കുകയാണ്, എനിക്കിതിൽ പ്രവർത്തിക്കാൻ കഴിയില്ല, എന്റെ ചെരുപ്പ് തേഞ്ഞു പോയിരിക്കുകയാണ്, ഞാൻ പലവന്റെയും മുമ്പിൽ കൈകൂപ്പിക്കൊണ്ട് സാറേ എന്ന് വിളിച്ച് നിൽക്കേണ്ടി വരുന്നത് അത് എന്റെ സ്വന്തം കാര്യത്തിനുള്ള പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയാണെന്ന് ഒരു ഡോക്ടർ ദയനീയമായി ഇന്നലെയും ഇന്നുമായിട്ട് പറയുകയാണ്. അദ്ദേഹത്തെ അഭിനന്ദിക്കുക. അദ്ദേഹം പറഞ്ഞ ആ അഭിപ്രായത്തിൽ ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ പത്ര സമ്മേളനം കണ്ടപ്പോൾ അദ്ദേഹത്തിന് അതിൽ നിന്ന് 1 ഇഞ്ച് പോലും മാറാതെ ഇത്ര സത്യസന്ധമായി പറയാൻ. അപ്പോഴാണ് മന്ത്രി പത്രക്കാരെ കണ്ടു പറയാൻ അവിടെ ഓപ്പറേഷൻ മുടങ്ങിയിട്ടില്ല എന്ന് പറയാണ്. ഓപ്പറേഷൻ നടത്തിയ ഡോക്ടർ അല്ലെങ്കിൽ അതിന്റെ മേധാവി വന്ന് പറയുകയാണ് എത്രയോ നാൾ കൊണ്ട് ഓപ്പറേഷൻ മുടങ്ങുകയാണെന്ന് പറയുമ്പോൾ DME കൊടുത്ത ഒരു റിപ്പോർട്ട് എഴുതി വായിച്ചുകൊണ്ട് മന്ത്രി പറയാണ് ഇവിടെ ആകെ 1 മുടങ്ങിയിട്ടുള്ളൂ. ആ മുടങ്ങിയത് വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് അങ്ങ് സൂചിപ്പിച്ചത്.